ഞാനും കേട്ടു. ആരാ ആളെന്ന് മനസ്സിലായോ? അത് നമ്മുടെ പ്രതിപക്ഷത്തിന് വേണ്ടി നിരാഹാരം കിടന്നൊരു മണിയനില്ലേ, അവൻ്റെ ഭാര്യയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേ ആള്, ആ കുരു പൊട്ടിച്ച ആളല്ലേ, അതാരാ? ഇല്ല, അതറിഞ്ഞൂടാ. ആ നേരത്ത് ബസ്സിൽ നല്ല തിരക്കായിരുന്നല്ല. ആരാന്നിപ്പോൾ ആർക്കറിയാം. ഇവനൊക്കെ ഉണ്ടല്ലോ, സമയത്ത് തന്നെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണായിരുന്നു. ആ, ആളറിയാമെങ്കിൽ അവള് തന്നെ കൊടുത്താരാ, അതിനെന്തിനാ പുറത്താള്? ആഫീസർ എന്താ കഴിക്കണ? എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. എന്താ കഴിക്കണത്? ഫ്രൂട്ട്സ്. ആ, രാത്രി ഫ്രൂട്ട്സ് ആണോ? കുറച്ച് ആപ്പിള്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാ. എങ്കിൽ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അളിയാ, ഒന്നും നോക്കണ്ട, വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. അത് വരാനെ കണ്ട. ആ, ഞാൻ ടൗണിൽ ഗ്ലാസ് കയറ്റാണ് ജയ്സ. ഇല്ല, അളിയനും റഫീഖ് കൊണ്ട് കൂടാ. അവരത് വർഷാപ്പിൽ കൊണ്ടുപോയി ഇട്ടോളൂ. അപ്പൊ അടുത്ത ചാലോട്ട് ഓടാല്ല. ബസ് ഓടിക്കാതിരിക്കണ ആ തെണ്ടിയുടെ ഉദ്ദേശം. എന്നാ റൂട്ടൊന്നും മുടക്കണ്ടട്ടാ. പണി കൊടുക്കണമെങ്കിൽ അമ്മർക്ക് പണി കൊടുക്കാം. വേണ്ട, നമുക്കിപ്പോ ആ ചൂണ്ടേ കൊത്താൻ നിൽക്കണ്ട, നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ. അളിയാ, ഞാൻ പറയണോന്ന് കേക്ക്. ഇപ്പൊ തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് നമുക്ക് ക്ലാസ് ഇട്ടാ പോരെ? എന്റെ അളിയ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത ഇൻഷുറൻസ് നൂലാമാല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ആഴ്ച ബസ് സ്റ്റേഷനിൽ കിടക്കും. ഇപ്പൊ തന്നെ ബാങ്കിൽ അടക്കാൻ പറ്റിയ പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കണം. ഇനി അതിന് ആരോടെങ്കിലും ഞാൻ കടം മേടിക്കാൻ നിൽക്കണം. ആദ്യം പറയണോന്ന് കേക്ക്. അപ്പൊ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, കിട്ടണ ആശയൊക്കെ എന്താണ്? അളിയാ, ഞാൻ വല്ലതും പറയോട്ടെ, ആദ്യം പറയണോന്ന് കേക്ക്. പറഞ്ഞാ കേൾക്കൂലെങ്കിൽ നീ വണ്ടി എടുത്തടാ. അത് എത്രയത്?